പട്ടിണിയും പരിവട്ടവും ആയിട്ട് തകർന്ന നിലയിലാണ് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷത്തിന് ശേഷം. ശരിയാവും? ശരിയാണല്ലോ. ശരിയാണെന്നാൽ മാത്രമല്ല, 5 പൈസ കയ്യിലില്ല. 5 പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ഒഴികെയുള്ള വിമാനങ്ങൾ എല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. വിൽക്കാൻ അതായത് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് PIA. ഈ PIA നേരത്തെ വിവാദമായിരുന്നു. PIA പാരീസിലേക്ക് വരുന്നു എന്നും പറഞ്ഞ് ഒരു പരസ്യം അവർ ചെയ്തു. അപ്പോൾ വിമാനം പറന്നു വരുന്നു, ഈഫൽ ടവറിന് നേരെ ഇടിക്കാൻ വരുന്ന പോലെയുള്ളൊരു പരസ്യം വലിയ വിവാദമായി. ഈ മറ്റേ അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം തകർക്കാൻ വരുന്നത് പോലെയുള്ള ഒരു പരസ്യം വെച്ചിട്ടാണ്. അപ്പോൾ പാരീസിലേക്ക് പാകിസ്ഥാൻ എയർലൈൻസ്, ഇൻ്റർനാഷണൽ എയർലൈൻസ് വരുന്നു എന്ന് കാണിക്കാൻ കൊടുത്ത പരസ്യമായിരുന്നു. അത് വലിയ വിവാദമായി. ഒടുവിൽ പരസ്യം പിൻവലിക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് നിൻ്റെ ഈഫൽ ടവർ തകർക്കാനാണെന്നുള്ള ധ്വനിയാണ് ആ പരസ്യത്തിലൂടെ വന്നത്. അത് ഭംഗിക്ക് ചെയ്തതാണ്, പക്ഷേ നെഗറ്റീവായിട്ട് മാറി. മാത്രമല്ല, പാകിസ്ഥാൻ എയർലൈൻസിനെ കുറിച്ച്, ഇൻ്റർനാഷണൽ എയർലൈൻസിനെ കുറിച്ച് നിരന്തരം വാർത്തകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. വിമാനത്തിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആൾ കാത്തു നിൽക്കുന്നു, വിമാനം പൊങ്ങുന്നില്ലതിന് കാരണം വിമാനത്തിലടിക്കാൻ ഏവിയേഷൻ ഫ്യൂവലില്ല. പച്ചവെള്ളം ഒഴിച്ചാൽ വിമാനം ഓടില്ലല്ലോ, അല്ലെ ബിസ്മി ചൊല്ലിയാലും വിമാനം പറക്കില്ല. വിമാനത്തിന് അടിക്കാനായിട്ട് ഫ്യൂവൽ വേണം. പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ അവസ്ഥയാണ്. മുമ്പ് മറ്റൊരു വീഡിയോ നമ്മൾ തന്നെ ചെയ്ത ഒരു ടോക്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ കാണിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ വിമാനമൊക്കെ തുടക്കുകയും കഴിവൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ വിൻഷീൽഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, പൈലറ്റ് ഇരിക്കുന്നതിൻ്റെ മുന്നിലുള്ള ഗ്ലാസ് വൃത്തിയാക്കാൻ പൈലറ്റ് തന്നെ ഇറങ്ങി വന്ന് തുണി കൊണ്ട് തുടയ്ക്കുന്നു, വൃത്തിയാക്കി. കാരണം ക്രൂ ഇല്ല, അവർക്ക് ശമ്പളമില്ല, ഫ്യൂവലില്ല, വിമാനം എപ്പോൾ വരും എപ്പോൾ പോകുമെന്നറിയത്തില്ല. ഇനി വിമാനത്തെ കയറിയാൽ അത് തിരിച്ച് നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തുമോ എന്നറിയില്ല. ഷെഡ്യൂളുകൾ ഓരോ സമയത്തും മാറ്റാം. അങ്ങനെ ആകെ തവിട്ട് പൊടിയായി താളം തെറ്റിക്കിടക്കുകയാണ് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ്. അതൊന്ന് നന്നാക്കിയെടുക്കണമെങ്കിൽ കാശ് വേണം. ഈ കാശിന് ഏതാണ്ട് 30,000-40,000 കോടി രൂപ പാകിസ്ഥാന് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ നഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ സ്വകാര്യ വിമാനങ്ങൾ, സ്വകാര്യമല്ല, അവരുടെ നോൺ മിലിറ്ററി വിമാനങ്ങൾ വിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം മിലിറ്ററി വിമാനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അവരുടെ എയർബേസുകൾ നമ്മൾ ആക്രമിച്ച് തകർത്തു. എത്ര വിമാനം തവിടുപൊടിയായി ഹാങ്ങറിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന എത്ര വിമാനങ്ങൾ തകർന്നു എന്നുള്ള കണക്ക് പുറത്തു വന്നിട്ടില്ല. വലിയ തോതിൽ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിൽ 8ഓളം വിമാനങ്ങൾ നമ്മൾ വെടിവെച്ചിട്ടു. അതുകൂടാതെ എയർബേസുകളിലുണ്ടായിരുന്ന വിമാനങ്ങൾ എത്ര തകർന്നു എന്നുള്ള കണക്ക്, കാരണം അതൊക്കെ ഷെഡുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് വിമാനം. ആ ഷെഡുകളും വിമാനത്താവളങ്ങളും റൺവേയും ഒക്കെ തകർന്നപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിമാനങ്ങൾ ഒരുപാട് തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൈനിക വിമാനം വിൽക്കാൻ പറ്റത്തില്ല, ആക്രിക്ക് കൊടുക്കാനേ പറ്റുള്ളൂ പലതും. ആ അവസ്ഥയിലാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ പോയിട്ട് ഇവർ ആദ്യമേ ഒരു തദ്ദേശീയമായ ഒരു ടെൻഡർ വിളിച്ചത്. തദ്ദേശീയ ഇൻ്റർനാഷണൽ ടെൻഡറാണ് വിളിച്ചത്. ജൂൺ 3 ടെൻഡറിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. എന്നിട്ട് വളരെ നാടകീയമായിട്ട് ജൂൺ 3 ഇവർ പറഞ്ഞ 51% ഓഹരികൾ വിൽക്കാം എന്തായിരുന്നു. പക്ഷേ ജൂൺ 3 കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണ്ടും ഈ ടെൻഡർ നീട്ടി, ജൂൺ 19 വരെ നീട്ടി. ടെൻഡറിലെ വ്യവസ്ഥയെ മാറ്റിയിരിക്കുന്നു. 51% മുതൽ 100% വരെ വിൽക്കാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ 100% മൊത്തം വിൽക്കാൻ തീരുമാനമാണ്. അതായത് പാകിസ്ഥാൻ നോക്കണം, ആ ജൂൺ 3 പരസ്യം ചെയ്തു 50% വരെ, 51% വരെ, 50% വരെ ഓഹരി പങ്കാളിത്തം ഓഹരി വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് PIA, പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പരസ്യം ചെയ്തത്. ജൂൺ 3 കഴിഞ്ഞപ്പോൾ അടുത്ത പരസ്യം വന്നു, ജൂൺ 19 വരെ നീട്ടി. ജൂൺ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം. പക്ഷേ അതിൽ അമെൻമെൻറ്റ്, ഭേദഗതി വരുത്തി 51 മുതൽ 100% വരെ വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് കാരണം എന്തായിരിക്കും അറിയോ? ജൂൺ 3 വരെ നോക്കിയിട്ട് 50%-ഓളം ഓഹരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിയും വന്നില്ല. ഇത് നഷ്ടത്തിൽ മുങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ എയർലൈൻസിൻ്റെ 50% ഓഹരി മേടിച്ചിട്ട് എന്നെ എടുക്കാനാണ്. അതുകൊണ്ട് ആരും അത് ലേലത്തിൽ പിടിക്കാൻ വന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? 19 വരെ തീയതി നീട്ടി, അതിൻ്റെ ഓഫറും നീട്ടി. 51 മുതൽ എന്ന് പറഞ്ഞാൽ മേടിക്കുന്നവന് മേജർ ഷെയർ 51 വേണേ തരാം, അല്ലെങ്കിൽ പണ്ടാറടങ്ങാൻ 100 വേണേ മൊത്തം തന്നേക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞ് ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനിനോട് ചില മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ, ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ അധികൃതരോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ഈ പെട്ടെന്ന് ഈ ഇത് ഡേറ്റ് നീട്ടിയത് എന്താണ്?
കണ്ടീഷൻ നീട്ടി. നേരത്തെ 50% കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 51 മുതൽ സമ്പൂർണ്ണമായും 100 വരെയും കൊടുത്തേക്കാമെന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈദല്ലേ, ഈദായതുകൊണ്ട് വേണ്ടത്ര അപേക്ഷകർ വന്നില്ല. ഇപ്പോൾ ഈദ് കച്ചവടത്തിന് ഈദൊന്നും ഇല്ലല്ലോ. ലാഭത്തിൽ പോകുന്ന ഒരു വിമാന കമ്പനി വിൽക്കാൻ വെച്ചാൽ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതെ, ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യയോ അതുപോലെ ഇന്ത്യയിലൊരു എയർലൈൻസാണ് ഇതുപോലെ വിൽക്കാൻ വെച്ചിരിക്കുന്നതെങ്കിൽ, എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റയുടെയാണ്, ടാറ്റ തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ടാറ്റയുടെ ആയിരുന്നല്ലോ എയർ ഇന്ത്യ. അപ്പോൾ ടാറ്റ തന്നെ വീണ്ടും ടാറ്റയ്ക്ക് തന്നെ നടത്തി വിട്ടുകൊടുത്തു, നന്നായി നടക്കുന്നു. അതുപോലെ നമ്മളൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ പല രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നിന്ന് ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അത് പിടിക്കാൻ ആൾ വരും. കാരണം ഇന്ത്യ പോലെ രാഷ്ട്രീയ സ്ഥിരതയുള്ള സമാധാനമുള്ള ഒരു രാജ്യം. അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരും. പാകിസ്ഥാനിൽ ആരും വരാനില്ല. അപ്പോൾ പേടിയാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് മൊത്തം നന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആര് വരുന്നു എന്നറിയത്തില്ല. നല്ല സൗഹൃദമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നാരെങ്കിലും പോയി പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പിടിച്ചേനെ. ഏതായാലും അതും നടന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ്റെ ബജറ്റ് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ബജറ്റിൽ 20% വർധന പ്രതിരോധ ചെലവിന് കൂട്ടിയിരിക്കുക. സൈനിക ചെലവിനായിട്ട് 20%, മുൻ വർഷത്തെക്കാളും 20% കൂട്ടി. അതുകൊണ്ട് തന്നെ മറ്റ് ചെലവുകൾ ബജറ്റ് വിഹിതം കട്ട് ചെയ്തിട്ടാണ് സൈന്യത്തിനുള്ള ബജറ്റ് വിഹിതം കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ ചർച്ചയും നടന്നില്ല. വലിയ തോതിൽ ആയുധങ്ങൾ വാങ്ങണം, ആയുധം എവിടുന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പരക്കം പാഞ്ഞിപ്പോൾ നടക്കുകയാണ്. ചൈനയുടെ പിന്നാലെയാണ് പോകുന്നത്. അമേരിക്കയിലും പോകുന്നുണ്ട്. അമേരിക്ക പോയിട്ട് താട് തരാമോ എന്നൊക്കെ ചോദിച്ചു. ആ താടും ചോദിച്ചു ചെന്നാൽ അമേരിക്ക താടിക്കിട്ട് തട്ടിവിടും. കാരണം താട് അമേരിക്ക വെച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്ക കൊണ്ട് വെച്ചിരിക്കുന്നത് ഇസ്രായേലിൽ മാത്രമാണ്. ഇസ്രായേലിൽ അമേരിക്ക താഡ് പ്രതിരോധ സിസ്റ്റവും സൈനികരെയും ഡിപ്ലോയ് ചെയ്ത് നിരന്തരം ആക്രമണങ്ങൾ, ഇറാൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ആക്രമണം ഇസ്രായേൽ നേരെ വന്നപ്പോഴാണ് താഡിൻ്റെ ഒരു യൂണിറ്റ് കൊണ്ടുവച്ചത്. ഇത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ പിന്നാലെ പാകിസ്ഥാൻ പോകുന്നത്. അതുകൂടാതെ പേട്രിയറ്റ് മിസൈൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ ആയുധങ്ങൾ സമാഹരിക്കാനുള്ളൊരു ഓട്ടത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച അവിടെ ഖാരിഫ് വിളവെടുപ്പ് തുടങ്ങി. പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ, പഞ്ചാബ് സിന്ധ് ഈ 2 പ്രൊവിൻസുകളാണ് പാകിസ്ഥാനെ സമ്പൽസമൃദ്ധമായി നിർത്തുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാർ, സൈനിക മേധാവികളൊക്കെ താമസിക്കുന്ന ഏറ്റവും റിച്ചസ്റ്റ് പ്രോവിൻസസ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ പഞ്ചാബും സിന്ധുവാണ്. അപ്പം ഖാരിഫ് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയ വിളവെടുപ്പാണ്. പഞ്ചാബും സിന്ധുവാണ് കൃഷിയുടെ കേന്ദ്രങ്ങൾ. ബാക്കിയുള്ളിടത്തൊന്നുമില്ല. പഞ്ചാബും സിന്ധും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ ജീവിച്ചു പോകുന്നത്. ഖാരിഫ് വിളവെടുപ്പിൻ്റെ സമയത്ത് വലിയ തോതിൽ വെള്ളം വേണം. ഇപ്പോൾ പാകിസ്ഥാനിലെ നദികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സിന്ധു, ജലം, ചെനാബ് നദികളിൽ ജലനിരപ്പ് ഡെഡ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഡാമുകളുണ്ട്. സിന്ധു നദിയിലെ തെർബല ഡാം, അതുപോലെ ജലം നദിയിലെ മംഗള ഡാം, ഈ 2 ഡാമുകളിലെയും ജലനിരപ്പ് ഡെഡ് ലെവലിലേക്ക് എത്തി. എന്നുവെച്ചാൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ വിളവെടുപ്പ് സമയത്ത് വലിയ തോതിൽ ജലത്തിൻ്റെ ആവശ്യമുണ്ട് പഞ്ചാബിൽ. അവിടെ കഴിഞ്ഞ വർഷത്തേക്കാൾ 20% ജലത്തിൻ്റെ ലഭ്യത കുറവാണ്. അത് മാത്രമല്ല, ഇന്നലെ ജലം നദിയിലൂടെ ഈ തെർബല, മംഗല ഡാമുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിയ വെള്ളം 11,180 ക്യൂസെക്സ് വെള്ളമാണ് ഒഴുക്കി വിട്ടതെന്ന് പറയുന്നത്. അത്രയും, അതിൻ്റെ പകുതി ജലം മാത്രമേ ഡാമിലേക്ക് ഒഴുകി വരുന്നുള്ളൂ. ഡാമിലേക്ക് ഒഴുകി വരുന്നതിൻ്റെ ഇരട്ടി ജലം ഡാമിൽ നിന്ന് പുറത്തേക്ക് വിടേണ്ടി വന്നു. അതിൻ്റെ അവസ്ഥ എന്താണ്? റിസർവ് വെള്ളം എടുത്തിട്ടാണ് ഇപ്പോൾ കാർഷിക മേഖല നീങ്ങുന്നത്. അതായത് കുടിക്കാനുള്ള വെള്ളം, ജലസേചനത്തിനുള്ള വെള്ളം പരിമിതമായി ഡാം ലെവല്, തെർബല, മംഗല ഡാമുകളാണ് ജലസേചനവും കുടിവെള്ളവും പാകിസ്ഥാന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിഭീകരമായ തോതിൽ ജലനിരപ്പ് താഴുകയാണ്. അത് മാത്രമല്ല, മൺസൂൺ വരാനായിട്ട് ഇനി 1 മാസം കൂടി വേണ്ടി വരും. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സമ്പദ്ഘടന വലിയ തോതിൽ കൂപ്പുകുത്തുകയാണ്. അപ്പോൾ പണം വേണം. ഈ വെള്ളം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറുകയാണ്. അപ്പോൾ ഇനി വിമാന കമ്പനി എന്ന് നടന്നിട്ട് കാര്യമില്ല. അത്യാവശ്യം ആളുകൾക്ക് വെള്ളമാണ് കുടിക്കാൻ ആവശ്യം. വിമാനം ഇല്ലെന്ത്, ഞങ്ങൾ കഴുതപ്പുറത്ത് സഞ്ചരിച്ചോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറി. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇനി ആയുധം വാങ്ങണമെങ്കിൽ, വെള്ളം വാങ്ങണമെങ്കിൽ ഉള്ള മുതലെല്ലാം വിറ്റ് തീർത്തേ പറ്റൂ. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് പാകിസ്ഥാൻ സ്വന്തം വിമാനങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.